ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറെ ദിവസമായില്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോ ഇന്ന് വലിയ കാര്യമായിട്ടുള്ള ഒരു വ്ളോഗൊന്നും അല്ല. ഇത് ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഒരു എൻഗേജ്മെന്റിന് പോവാണ് നമ്മുടെ ഒരു റിലേറ്റീവിന്റെ. സോ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു എൻഗേജ് ഫംഗ്ഷൻ ഒരു ഓഡിറ്റോറിയത്തിലൊക്കെ പോയിട്ടുള്ളതായിട്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് പോയിട്ടുണ്ട്. അല്ല സോറി, ആരുടെ പോയിട്ടില്ല. അങ്ങനെ ഫാമിലിയിലൊക്കെ ചെറിയ ചെറിയ എൻഗേജ്മെന്റ് അതൊക്കെ വീട്ടിലൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. ഓഡിറ്റോറിയത്തിലെ ഫസ്റ്റത്തെ എൻഗേജ്മെന്റ് ആണ്. യെസ്, എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. കുറച്ച് മുന്നേ വരെയും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. സോ ഞാന് പഴയ ഡ്രസ്സാണ്, പുതിയതൊന്നും അല്ല. ഷോള് മാത്രമാണ് പുതിയത്. ഈ ഗൗൺ വന്നിട്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ്, എനിക്കൊരു 3 വർഷത്തിന് മുമ്പ് ഞാൻ മെറ്റീരിയൽ എടുത്ത് തയ്ച്ചിട്ടുള്ള ഒരു സാധനം ഒരു തവണ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഹെവിയാണ്. സോ ഇതിന്റെ കൂടെ ഒരു വൈറ്റ് ഷാൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച എല്ലാം കൂടെ വെള്ളയും വെള്ളയിട്ട് പോകണ്ടെന്ന് കരുതിയിട്ട് വേറൊരു ചുരിദാറിന്റെ റെഡ് കളറിലുള്ള ഷാൾ എടുത്ത് ഇതിന്റെ കൂടെ കോമ്പിൻ ചെയ്തു. ഇയറിംഗ് ഒക്കെ കുറച്ച് ഹെവി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, അത് ഞാൻ പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ തൊട്ട് മുമ്പ്, അതായത് ഒരു 3-3:15 ഞാൻ സലൂണിൽ പോയിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് ഹെയർ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരോട് ഞാൻ ജസ്റ്റ് ഇത് ചെയ്ത് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവർ എനിക്ക് വലിയ കാര്യത്തിൽ കേളൊക്കെ ചെയ്തു തന്നു. ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു 3-4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാര്യമായിട്ട് കേൾ ആയിട്ടില്ല, എനിക്കൊന്ന് ഹെയർ സെറ്റിംഗ് സ്പ്രേ അടിച്ചു തരുമെന്നൊക്കെ ചോദിച്ച്. അങ്ങനെ എന്തോടെ അപ്പം അങ്ങനെ എനിക്ക് അവര് സെറ്റ് ചെയ്തിട്ടുള്ള ഹെയർ ഞാൻ ഇപ്പൊ കാണിച്ചു കേട്ടോ. ഇതാണ് എനിക്ക് കേൾ ചെയ്ത് തന്ന എന്റെ ഹെയർ. ഇതിലെവിടെയാണ് കേൾ എന്നുള്ളത് എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ചെയ്ത് തന്നപ്പോ ഏറെക്കുറെ ചെറുതായിട്ട് ചുരു പോലെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെറുതായിട്ട്. അത് ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് അവർ ചെയ്തെന്നുള്ളത്. ഇപ്പൊ ഞാൻ വീട്ടിൽ വന്ന് 1 മണിക്കൂർ പോലും ആയിട്ടില്ല, ഡ്രസ്സ് ചേഞ്ച് ആക്കിയതാ ഇറങ്ങിയതുള്ളൂ. അപ്പത്തേക്കും എന്റെ മുടിയുടെ അവസ്ഥ ഇതാണ്. ഇതിന് മുന്നും ഞാൻ ഹെയർ കളർ ചെയ്ത് പാളിപ്പോയിട്ടുള്ള സ്ഥലത്ത് ഞാൻ എളുപ്പത്തിന് പോകാന്ന് പറഞ്ഞ് പോയി കൊടുത്തതാണ്. എന്തായാലും എന്റെ പൈസ പോയിക്കിട്ടി. ഉമ്മാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ എന്നെ കൊല്ലും. അവർ 1500 റുപ്യാണ് വാങ്ങിച്ചത്. 1000 റുപ്യാണ് വാങ്ങിച്ചത്. 500 ബ്രദറിന് ജസ്റ്റ് ബിയേർഡ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്കിതൊന്ന് കാണിക്കണമെന്ന് തോന്നിയിരുന്നു. ആ ഒരു ഷോപ്പിന്റെ പേര് ഞാൻ നോക്കിയിട്ട് എന്തായാലും ഞാൻ വ്ളോഗ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് പറയും കേട്ടോ. അപ്പൊ ഇന്ന് സ്റ്റാർട്ടിങ്ങിലുള്ള സംഭവം ഇങ്ങനെ ആയതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ കുറച്ച് സെറ്റാണ് ഈ ഒരു കാര്യത്തില്. സോ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ ഓഡിറ്റോറിയത്തിൽ എത്തിയതിനു ശേഷം പറയാം കേട്ടോ. കാണിക്കാം, പറയാം അല്ലേ. സോ ഗൈസ്, നമ്മളങ്ങനെ റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ ബ്രൈഡിൻ്റെ പേരെന്താ പറയുക, ഫർസാന എന്നാണ്. ആളൊരു ഡോക്ടറും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്താക്കാം, ഇവിടെ എത്തിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് വയറിന് കൊടുക്കുക. അപ്പോൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ അവർ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പുറത്ത് ചായ ഉണ്ട്. ഞാൻ വലിയ ചായ പേഴ്സണൊന്നും അല്ലാത്തത് കൊണ്ട് ഞാൻ ജ്യൂസാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അപ്പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ലൈവായിട്ട് ഇങ്ങനെ വാഴക്കാപ്പവും അതുപോലെ തന്നെ ബജ്ജിയൊക്കെ പൊരിക്കുന്നത് കണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയെന്നേ ഉള്ളൂ. ഞാൻ മാക്സിമം ഓയിൽ അവോയ്ഡ് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ട് നോക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ കേട്ടോ. ദെൻ ജ്യൂസ് മേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ഒരു ഒതുങ്ങിയ സ്ഥലത്തോടങ്ങ് മാറി നിന്നിട്ടുണ്ടായിരുന്നു. ആരെയും ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് ഞാൻ കരുതി ഗൈസ്. അപ്പോൾ ജ്യൂസ് കൊള്ളായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു റിഫ്രഷ്മെന്റ് ഒക്കെ കിട്ടിയതുപോലെ നല്ല ലെമണിന്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു. എന്ത് ജ്യൂസാണെന്ന് എനിക്ക് അറിയത്തില്ല. ഫ്രഷ് ആയിട്ട് അങ്ങ് മേടിച്ചു, അത്രേ ഉള്ളൂ. കല്യാണം ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾക്ക് കൂടിയിട്ട് ഭയങ്കര സൗണ്ടും ബഹളമൊക്കെ ഉണ്ടാവാറില്ലേ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് സംസാരിക്കേണ്ട വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇതിനിടയിൽ നല്ല ഫ്രഷ് വാഴക്കപ്പം, അതായത് പഴംപൊരി പൊരിക്കുന്നത് കണ്ട് ഞാൻ ഇങ്ങനെ വായും കീറി നോക്കി നിൽക്കുമായിരുന്നു. പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല ഗൈസ്, ഡയറ്റിലാണ്. ഡയറ്റ് പൊട്ടിക്കാണ്ടിരിക്കാൻ നേരെ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ചെക്കനും പെണ്ണും അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാവ് മഷല്ല നല്ല രസമായിരുന്നു തൊട്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഓരോക്കെ നാണം നോക്കിയൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ തോന്നിയായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് പെണ്ണിന്റെ സഹോദരൻ ചെക്കൻ എന്തോ വാച്ച് കെട്ടി കൊടുക്കുകയാണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് അങ്ങനെ കേട്ടോ തോന്നിയത്. അതെ ഗൈസ്, അതൊരു വാച്ച് തന്നെയായിരുന്നു. ഞാൻ എന്റെ സൂക്ഷ്മ ദൃഷ്ടിയിൽ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വാച്ചിന്റെ കളറൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റാഡോന്റെ വാച്ചാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ വാച്ച് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചെക്കൻ്റെ പെണ്ണിന്റെ അടുത്ത് ഓടിപ്പോയിട്ടുണ്ടായിരുന്നു അവരെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാഷാല്ല അങ്ങനെ ഒഫീഷ്യലി 2 ആൾക്കാർ എൻഗേജ്ഡ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ചടങ്ങ് എന്താ, മെയിനായിട്ട് നമുക്ക് ഫുഡ് അടിയാണല്ലോ. അപ്പോൾ ഈ നമ്മളെ എൻഗേജ്മെന്റിന്റെ തിരക്കിന്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പം പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ എല്ലാത്തിനും ഓരോന്നും പോരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പ്ലേറ്റ് അങ്ങോട്ട് നീട്ടിയത് എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. ഒരു വാരി പറക്കിയെല്ലാം എൻ്റെ പ്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ ഡയറ്റ് അങ്ങ് പൊട്ടിക്കാന്ന് വിചാരിച്ചു. കുറേ നാളായി ഞാൻ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫുഡ് കാര്യമായിട്ട് എടുക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ
ഞാൻ ഇനി എടുക്കുന്ന സാധനങ്ങളൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. എൻ്റെ ഈ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഫുഡൊന്നും എടുക്കേണ്ട, ആരും എനിക്ക് കൊണ്ട് തരുന്നവരെയും കാത്തിരിക്കുകയാണെന്നല്ലേ. അല്ല ഗൈസ്, എൻ്റെ പ്ലേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഓൾറെഡി ഫുഡ് എടുത്തിട്ട് എവിടെ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ആലോചിച്ചിരിക്കുകയാണെന്ന്. ഇതെന്നെ ആലോചിച്ച സമയം കളഞ്ഞില്ല, ഞാൻ ചിക്കനിൽ തൊട്ടിട്ട് അങ്ങ് തുടങ്ങി ഗൈസ്. കാരണം ചിക്കൻ ആണല്ലോ മെയിൻ ഇതിനകത്ത്. അങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ചേച്ചിയുടെ മോനെ കാണുന്നത് കേട്ടോ. ഇവിടെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് യൂട്യൂബ് വീഡിയോ എടുക്കാമെന്ന്. അപ്പം തന്നെ അവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇവൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടാണ് നിൽക്കണമെന്നുള്ള. അപ്പം തന്നെ ഞാൻ പറഞ്ഞടാ കടക്കട പുറത്ത് ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചില്ല എന്ന് പാവം. അങ്ങനെ അവനെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ദെൻ ഞാൻ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറുന്നവരേക്ക് അവിടെ ഐസ്ക്രീം എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് കോണ് തീർന്നു പോയി. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കോണ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വായിലാണെങ്കിൽ റെഡ് ബൾബ് കത്തിയിരിക്കുമായിരുന്നു. നല്ല എരി ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിന്. അപ്പോൾ ഞാൻ ഇപ്പം കിട്ടുന്ന അവസാനം കാത്തുനിന്ന് 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വരുമ്പോഴത്തേനും ആരെങ്കിലൊക്കെ അറിയിക്കുമല്ലോ, അപ്പോൾ വരാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ വീണ്ടും മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. മുകളിൽ പോയ സമയത്ത് എൻ്റെ ചേച്ചിയുടെ എല്ലാ മക്കളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും പിടിച്ചിരുത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്തു. എൻ്റെ ഒരു വല്യമ്മയുടെ മോളുടെ മക്കളാണ് കേട്ടോ ഇവർ 4 പേരും. ഈ 4 ഒറ്റ ഫ്രെയിമിൽ കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ കിട്ടിയതിൻ്റെ ആ ഒരു ലക്കിൽ പിന്നെ ഞാൻ പിടിച്ചു നിർത്തി വീഡിയോ എടുത്തതാണ് ഇതുങ്ങളെ. ദെൻ വീണ്ടും അവിടുന്ന് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവരും അവിടുന്ന് സ്ഥലം കാലിയാക്കി കേട്ടോ. പിന്നെ ഞാനും താത്തയും ഉമ്മയും ഇക്കയും പിള്ളേരും ഒക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെക്കനും പെണ്ണോടെ ഉണ്ട് കേട്ടോ. ഇതിനിടയിൽ എനിക്ക് ആരോ കൊണ്ടുവന്നിട്ട് ഒരു ലഡു തന്നിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നൊന്നും എനിക്ക് അറിയത്തില്ല. അത് ഞാൻ അങ്ങ് സൗകര്യപൂർവ്വം കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ എന്താ പറയാ, എന്റെ ഷുഗർ കട്ടും എന്റെ ഓയിൽ കട്ടും എന്റെ ഡയറ്റും ഒക്കെ പതിയെ മനസ്സിന്റെ ഉള്ളിൽ വന്നെന്നുണ്ടെങ്കിൽ അതൊന്നും ഞാൻ ചിന്തിച്ചില്ല ഗൈസ്. ഞാൻ മാക്കിനെ കഴിച്ചു. കാരണം വേറെ വഴിയില്ല ഗൈസ്. കാരണം ഐസ്ക്രീം കിട്ടിയില്ലല്ലോ, അതിന്റെ സങ്കടത്തിൽ കഴിച്ചു പോയതാണ് ഞാൻ. പിന്നെ ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ, ഞാൻ സിസ്റ്ററിന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് മടുത്തപ്പോഴത്തേക്ക് നേരെ വീട്ടിലോട്ട് പോയി. പോകുന്ന വഴിക്ക് ഞാൻ ഐസ്ക്രീം മേടിച്ചു. കാരണം ഇന്ന് എന്താണെന്ന് അറിയത്തില്ല, എന്റെ തലയ്ക്കകത്തോട്ട് ഐസ്ക്രീമിന്റെ ആ ഒരു ഭൂതം കയറി. അപ്പൊ അവിടെ നിന്ന് ആവശ്യമുള്ള കുറേ ഫ്ലേവറുള്ള എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് മാത്രമല്ല, വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുട്ടിപ്പെട്ടാളങ്ങളുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവളുമാർക്ക് എല്ലാവർക്കും ഐസ്ക്രീം വേണം. അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഐസ്ക്രീം കുഞ്ഞ് വാങ്ങിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഗൈസ്, ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹെയർ സെറ്റാക്കാൻ വേണ്ടി പോയിട്ട് പണി കിട്ടി, ഇനിയും അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാന്നൊക്കെ. ബട്ട് ഞാൻ അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിടം മുതൽ തിരിച്ച് വരുന്നത് വരയ്ക്കും അടിപൊളിയായിരുന്നു, ഓക്കെ ആയിരുന്നു, സൂപ്പർ കൂളായിരുന്നു, ഒക്കതും തന്നെയായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ച് ഓട്ടോയിലാണ് വന്നത്. അപ്പം തിരിച്ച് ഹോട്ടലിൽ കയറിയിട്ട് വീടെത്താനാകുന്ന സമയത്താണ് ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു വളയും ബ്രേസ്ലെറ്റിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് വാലന്റൈൻസ് ഡേ കിട്ടിയത്. അതിൽ ഏകദേശം 5 ജുംക്കയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം മിസ്സിംഗ് ആയി എന്ന് പറയുമ്പോഴത്തേക്കും നഷ്ടപ്പെട്ടു. ഞാൻ നോക്കി ഇന്ന് ഫുള്ളും ഇടയ്ക്കിടയ്ക്ക് ഞാൻ 5 ഉണ്ടോ നോക്കിയായിരുന്നു. ഇത് ഓൾറെഡി ഒരെണ്ണം സെയിം ഒരു ജിംക പോയിട്ടുണ്ടായിരുന്നു. അത് റിപ്പയറിങ് കഴിഞ്ഞൊക്കെ കിട്ടാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ടാണ് വാലന്റൈൻസ് ഡേയിലുള്ള വീഡിയോ ഈ ഗിഫ്റ്റിന്റെ ഒക്കെ വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞ് ലേറ്റ് ആക്കി ഇട്ടത്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചു, മൊത്തത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ഹോട്ടലിൽ കയറിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് നോക്കുന്ന സമയത്ത് കാണാനില്ല, എൻ്റെ കണ്ണൊക്കെ ഇരുട്ടൊക്കെ കയറിക്കുക. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇതുപോലെ മാരേജിനോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗോൾഡ് നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോയിട്ടൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഞാനിത് പോയ സമയത്ത് ആ ഓട്ടോക്കാരൻ തിരിച്ച് വളച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, അത് പോട്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ ഓട്ടോക്കാരനുണ്ടല്ലോ, പക്ഷെ അയാളാണ് പറഞ്ഞത് മോളെ അത് നഷ്ടപ്പെടുത്തി കളയരുത്, അങ്ങനെ വിടരുത്, അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അയാൾ പറഞ്ഞതിന്റെ പേരിൽ വണ്ടി തിരിച്ചെങ്കിലും പോവേണ്ട, എവിടെയും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മുതല് അത് ജായിസ് ആയിട്ടുള്ളതാണെങ്കിൽ, അത് നല്ല നിയത്തോടു കൂടി ആരെങ്കിലും നമുക്ക് മനസ്സറിഞ്ഞ് കഷ്ടപ്പെട്ട് നമുക്ക് തന്നിട്ടുള്ളതാണെങ്കിൽ തിരിച്ച് നമ്മളിലോട്ട് എത്തും. ഇതുവരെ എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, പക്ഷെ ആ സാധനം തിരിച്ച് കിട്ടി കേട്ടോ. അതെന്റെ സിസ്റ്ററിനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ നീസ് അല്ലെങ്കിൽ എന്റെ സിസ്റ്ററിന്റെ മൂത്ത മകളുണ്ട്, എന്റെ സഹല മോള്, അവളാണ് അത് അവിടെ തെരഞ്ഞ് മീൻസ് 1-2 പേരൊക്കെ തെരഞ്ഞിരുന്നു, പക്ഷെ അവളെ കയ്യിലാണ് കിട്ടിയത്. ഇവിടെ ഞാൻ എന്റെ സിസ്റ്ററിനെ വിളിച്ചപ്പം ഞാൻ കോളിലൂടെ താത്ത എനിക്ക് കാണിച്ചു തരണത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് അറിഞ്ഞൂടെ, വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല സത്യം. ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അത്രയ്ക്ക് ഞാൻ പ്രയാസപ്പെട്ടു. ഒരു നിമിഷം ഞാൻ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ തെരഞ്ഞു പോയില്ല. അതാണ് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ വലിയായിട്ട് കണ്ടു, സാരമില്ല, കിട്ടില്ലല്ലോ, ഇത്രയും ചെറിയ സാധനം ഇവിടെ കിട്ടാനാ. പക്ഷെ 2 ഗ്രാമിൽ കൂടുതലുണ്ട് കേട്ടോ ഓരോ ജുംക്കയും. അപ്പോൾ അത് എത്തിച്ചിട്ട് തിരികെ കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ ഞാനും ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ടറായിട്ട് ഇരിക്കുവായിരുന്നു കേട്ടോ. എന്തായാലും അർസ റബ്ബിന്റെ ആ ഒരു അനുഗ്രഹം കാരണം അത് തിരികെ കിട്ടി. ആൻഡ് ഞാൻ വീട്ടിൽ വന്നു ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ വേണ്ടിട്ട്. ചേഞ്ച് ആക്കിയിട്ട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മമ്മൂക്കാന്റെ മൂവി ബസൂക്ക റിലീസ് ആയിട്ടുണ്ട്. ബ്രദർ പറഞ്ഞു നല്ല റിവ്യൂ ആണ് പോവാന്നുള്ളത്.
അപ്പോൾ ഞാനും ഉമ്മയും ബ്രദറും കൂടെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ പടപണ്ടാരം ഡ്രസ്സ് ഇട്ട് എന്തായാലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് ഒരു സിമ്പിൾ ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് മൂവിയുടെ വിശേഷങ്ങൾ വഴി കാണാം. ആരും പോയി കളയരുത് കേട്ടോ. ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക ഗൈസ്. ഞാനങ്ങനെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കോൾ ചെയ്ത മുടി നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിക്കാനാണ് ഞാൻ മുടി കെട്ടാതെ തന്നെ നിൽക്കുന്നത്. ഇങ്ങോട്ട് വാ എൻ്റെ കുട്ട. ഇതെൻ്റെ കോൾ ചെയ്ത മുടിയാണ്. വല്ലാത്തൊരു ദുരന്തമായിപ്പോയി. ആൻഡ് എൻ്റെ വള ഞാൻ അയച്ചു വെച്ചു. സിസ്റ്ററിന് വന്നാലേ എൻ്റെ കുണുക്ക് എനിക്ക് കിട്ടത്തുള്ളൂ. വളയ്ക്ക് പകരം ഞാൻ ബണ്ണിട്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് എന്ത് പറ്റിക്കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പം നമ്മൾ 11:15 ഷോയ്ക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ വന്നതിന് ശേഷം ഉമ്മ നിസ്കരിച്ച് ഡ്രസ്സ് നമുക്ക് ഇനിയിപ്പോൾ എത്ര സമയം എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു ബ്രേക്ക് എടുക്കട്ടെ. എൻ്റെ തലയൊക്കെ ചൂടായിട്ടിരിക്കുകയാണ്. വന്നപ്പം നമ്മൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഓടിപ്പോൾ എടുത്തോണ്ട് കേട്ടെ. മുടിയുടെ കാര്യം ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏത് സലൂണിനാണ് ചെയ്തതെന്നുള്ളത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ 99 എന്ന് പറയുന്ന ഹൈവേയിലുള്ളൊരു യൂണിസെക്സ് സലൂണാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ആ വഴിക്ക് ഉറപ്പായിട്ട് പോകത്തില്ല. പോകുന്നവർ പൊക്കോളൂ കേട്ടോ. ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീമാണ്. അതുകൊണ്ട് വരാത്തത് കൊള്ളാം കേട്ടോ. ടേസ്റ്റ് കൊള്ളാം. ഞാൻ കാലിക്കറ്റ് പോയ സമയത്ത് ഐസ്ക്രീം കുടിച്ചപ്പോൾ ഇതുപോലത്തെ എന്താ മെസ്മറൈസ്ഡോ അങ്ങനെ എന്തോ ഒരു കടയാണ് കേട്ടോ. അവിടെ പോയിട്ട് കുടിച്ചപ്പോൾ 10 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇത് 15, 20, 25 രൂപയൊക്കെയാണ്. അതിന് മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് കൊള്ളാം, പക്ഷെ അത്രയൊന്നും ഇല്ലടേ. മറ്റേ മെസ്മറൈസോ അവിടെ എങ്ങാണ്ടൊക്കെ 10 രൂപയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. മമ്മി മാതാശ്രീക്ക് ഇത്ര സമയം വേണം. ഉമ്മ ഇങ്ങനെ വരാൻ വൈകുന്നിടത്തോളം ഞാൻ ഫ്രിഡ്ജിരിക്കുന്ന ഓരോ ഐസ്ക്രീം ഇങ്ങനെ എടുത്തെടുത്ത് തിന്നു. ഇത് എന്തിന്റെ ആയിരുന്നു? ടെൻഡർ കോക്കനറ്റിന്റെ ഫ്ലേവറാണ്. അയ്യോ, എനിക്ക് ഈയിടെ ഭയങ്കര കൊതിയായിട്ട് ഞാൻ ഈ സാധനമൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് മാറ്റിച്ചിരിക്കുന്ന ഡയറ്റായിട്ട്. ഇന്ന് എന്റെ ഡയറ്റ് പൊട്ടി ഗൈസ്. ഒരു 4ാമത്തെ നോമ്പ് മുതൽ ഇന്നലെ വരെ ഞാൻ 2 ദിവസം മുന്നേ വരെ ഞാൻ ഡയറ്റിലായിരുന്നു. ഏകദേശം ഒരു 1.5 മാസത്തോളം ഞാൻ ഡയറ്റിലായിരുന്നു. 5 കിലോ ഒക്കെ ഞാൻ കുറച്ചതായിരുന്നു. ഇന്നത്തെ എൻഗേജ്മെന്റിന് ശേഷം എന്റെ ഫുൾ ഡയറ്റ് എല്ലാം തെറ്റി ഗൈസ്. ബാക്കി ഞാൻ വണ്ടി ഇരുന്ന് കുടിക്കട്ടെ. ഇറങ്ങട്ടാ. തെറ്റിട്ട് കാണാം ഗൈസ്. തിരക്ക് അല്ല ഗൈസ്. മിരിണ്ട ഉണ്ടല്ലേ, ഫാൻ്റെ ആണല്ലേ. ഒരു ഫാൻ്റെയും ഒരു പെപ്സിയും കോംബോ ഉണ്ടല്ലേ, അത് തന്നാ മതി. 270 കാരമല് മിക്സ് തരോ? കാരമലും ചീസും 200. ഞാൻ ഇവിടുത്തെ തിയേറ്ററിൽ നിന്നൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത് ഗൈസ്. എനിക്ക് ഇവിടുത്തെ വിലയൊന്നും അറിഞ്ഞൂടാ. ഇവിടുത്തെ വിലയൊക്കെ കേട്ട് എൻ്റെ കിളിയൊക്കെ പറന്നുപോയി. ആകെ ഞാനൊരൊറ്റ ഫാൻ്റെ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് ഇനി 200 എത്രയായിരുന്നു? 280 ആയിട്ടുണ്ടായിരുന്നു. മൂവി തുടങ്ങാനായി. നമുക്ക് ഇനി മൂവിയുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അത് കഴിഞ്ഞിട്ടുള്ള മൂവിൻ്റെ യഥാർത്ഥ റിവ്യൂ എന്തെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾക്കറിയാം, ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. യെസ് 5 ഗൈസ്. ലവേഴ്സിനെ പോലെ ഒരു കപ്പിനകത്ത് 2 സ്ട്രോ ആയിട്ട് ഞാൻ ഉമ്മയും കുടിക്കും. ഒരെണ്ണം വാങ്ങിച്ച് 2 ആൾക്കാരും പിശുക്കി കുടിക്കുന്നതല്ല കേട്ടോ. ആർക്കെങ്കിലും ഒരാൾക്ക് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചത്. ഇനി 2 സ്ട്രോ എന്ന് പറയുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതല്ലേ. അപ്പം ആ സ്ട്രോ വെച്ച് കുടിച്ചിട്ട് ഉമ്മക്ക് അത് ബുദ്ധിമുട്ടാവണ്ട കരുതിയിട്ട് ഞാൻ 2 സ്ട്രോ എടുത്തതാണ് കേട്ടോ. ഇത് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൂവി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ മോനെ കറക്റ്റ് സമയത്തിന് മൂവി നമ്മൾ എത്തിയിട്ടുള്ളത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പേര് എഴുതുന്നത് മുതൽ തന്നെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ഇത് എന്റെ നാട്ടിലുള്ള സെക്കൻഡ് മൂവിയാണ് കേട്ടോ. ഇപ്രാവശ്യത്തേത് ഫസ്റ്റ് നമ്മൾ ഓൾറെഡി എമ്പുരാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്റെ ഫസ്റ്റ് കണ്ട ലാലേട്ടന്റെ പടം. ഇപ്പൊ നമ്മുടെ മമ്മൂക്കാന്റെ മൂവി. ഇത് നമ്മുടെ മമ്മൂക്കാനെ കാണിക്കുമ്പോഴൊരു സീനാണ് കേട്ടോ. എന്റെ പൊന്നെ, ഇങ്ങേരിത് എന്ത് ഗ്ലാമറാണെന്ന് നോക്കിക്കുക, അങ്ങോട്ട് നോക്കിക്കുക മുഖത്ത്. മമ്മൂക്കായുടെ കുറച്ച് മൂവിയിൽ ലുക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ബസുക്കയിലെ മമ്മൂക്കാന്റെ ആ ഒരു ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഞാൻ നോക്കിയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ് നോക്കിയിരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മനുഷ്യൻ സൺഗ്ലാസ് വെച്ച് ഞാൻ ഒട്ടുക്കത്തെ ലുക്കാണ് കേട്ടോ. ഈ ലുക്ക് നോക്കിയിരുന്നിട്ട് ഇന്റർവ്യൂഷൻ ആയതുപോലെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സത്യം പറയാലോ, ഒട്ടുക്കത്തെ ലുക്കായിരുന്നു ഈ പടത്തിൽ ഈ മനുഷ്യൻ. പാവന്റെ ഉമ്മച്ചിൽ ഉറങ്ങിപ്പോയി. ഇടിയും വെടിയും പുകയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഉറങ്ങിപ്പോയി.
ഇത് ഉറങ്ങിപ്പോയത് ഇഷ്ടപ്പെട്ടില്ലേ അമ്മ? ഇഷ്ടപ്പെട്ടു. ഒരുപാട് വൈകിപ്പോയുണ്ട്. അമ്മ നേരത്തെ ഉറങ്ങുന്ന ആളാന്ന് ഉറക്കത്തിന്റെ സമയം കഴിഞ്ഞപ്പോൾ ഉമ്മ ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി. സോ ഗൈസ് മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി. ഉമ്മ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഉമ്മയെ പറയണ്ടേ എല്ലാവരും എന്താ ഉറങ്ങി എന്ന് പറയുന്നത്, എല്ലാവരും ഉറക്കമായിരുന്നു അന്ന്. പക്ഷേ എനിക്ക് പടം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല സസ്പെൻസ് ത്രില്ലറാണ്. മമ്മൂക്കൻ്റെ ക്ലൈമാക്സിലുള്ള അഭിനയമൊക്കെ കസുർത്തിയിട്ടുണ്ട്. ലുക്കൊന്നും പറയണ്ട. എങ്ങനെ ഈ ലുക്കൊക്കെ കൊണ്ട് എവിടെ പോയി പഠിച്ചാന് ചെറുപ്പക്കാരന്മാർക്ക് അപമാനമാണ്. അത്രയ്ക്കും സെറ്റപ്പ് ഗെറ്റപ്പിലാണ് മമ്മൂക്ക ഉണ്ടായിരുന്നത്. പൊളി സൺഗ്ലാസൊക്കെ വെച്ചിട്ടുള്ളൊരു ഫയർ സൺഗ്ലാസൊക്കെ പൊളിയായിട്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവാണ് ഗൈസ്. ആൾക്കാരൊക്കെ ഇത് നോക്കുന്നു. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ഞാൻ വിട വാങ്ങുകയാണ്, വിട പറയുകയാണ്. ബൈ. അപ്പം ടാറ്റ. പോട്ടെ. എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. ആൾക്കാരൊക്കെ എനിക്ക് നടന്നു. അപ്പോൾ ബൈ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ. ഗുഡ് നൈറ്റ്.